കരിപ്പൂരിലേക്ക് പോകുന്ന ഒരു സ്വർണ്ണവേട്ട വാർത്തയാണ്. കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ച് കടത്തിയ 10 സ്വർണ്ണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബായിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശ്ശേരി കുഴിമണ്ണ നീലക്കുഴിയിൽ അസ്ലമിനെയാണ് പോലീസ് പിടിയിലായത്. ലഗേജിനകത്ത് എമർജൻസി ലാമ്പിലാണ് സ്വർണ്ണക്കട്ടികൾ ഒളിപ്പിച്ചതായി മനസ്സിലാക്കുന്നത്. എസ്.പിയുടെ സ്പെഷ്യൽ ടീമാണ് സ്വർണം പിടിച്ചെടുത്തത്. CV അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, കസ്റ്റംസിനെ വീണ്ടും വെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് സ്വർണം കടത്തുന്ന കാഴ്ച ഇത് ആദ്യമായിട്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അത് വീഴ്ചയായിട്ട് തന്നെ ആദ്യം കണക്കാക്കണം. വിശദാംശം. ഹരി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അതായത് എമർജൻസി ലാമ്പിലെ ബാറ്ററി വയ്ക്കുന്ന സ്ഥലത്താണ് ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. 10 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ, ആകെ 1165 ഗ്രാം തൂക്കം, അതായത് 1 കിലോയിലധികം തൂക്കം ഈ സ്വർണത്തിനുണ്ട്. കോടികളുടെ വിലയാണ് ഈ ഒരു ഘട്ടത്തിൽ അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വിമാനത്താവളത്തിലെ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ വ്യക്തിയെയാണ് പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്നുകിൽ കരിപ്പൂരിൽ കസ്റ്റംസിൻ്റെ കണ്ണ് ഇയാൾ വെട്ടിച്ചു, അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെയോ അവരുടെ ആരുടെയെങ്കിലും സഹായത്തോടെ ഇത് പുറത്തെത്തിച്ചു. ഈ 2 ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. കാരണം ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ 2 തവണ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇയാളുടെ ലഗേജ് 1 തവണ മാത്രമാണ് പരിശോധന നടത്തിയത് എന്നാണ് പോലീസിൽ നിന്ന്, അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ 2 തവണ പരിശോധിക്കാതെ 1 തവണ മാത്രം പരിശോധിച്ച് വിട്ടെങ്കിൽ അവിടെ എന്തോ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റംസിന് കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല, കസ്റ്റംസിന് കൈമാറും. കസ്റ്റംസാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ അതിന് നടപടികൾ എടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഇവർ താമരശ്ശേരി സ്വദേശികളാണ്. ഇയാളെ അസ്ലമിനെ കൊണ്ടുപോകാൻ വന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരും വന്ന വാഹനവും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗൾഫിൽ നിന്ന് ആരാണ് ഈ സ്വർണം കൊടുത്തയച്ചത്, ആർക്ക് വേണ്ടിയാണ് കൊടുത്തയച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 1 മാസമായിട്ട് കരിപ്പൂരിൽ സ്വർണ്ണവേട്ട പഴയതുപോലെ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മുൻപത്തേതുപോലെ പോലീസ് നേരിട്ട് കേസെടുക്കുകയല്ല, മറിച്ച് കസ്റ്റംസിന് അത് കൈമാറുകയാണ് ചെയ്യുന്നത്. കസ്റ്റംസാണ് മറ്റ് നിയമ നടപടികൾ കോടതിക്ക് മുമ്പാകെ എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സ്വർണം കടത്താൻ ശ്രമിച്ചയാളെ കസ്റ്റംസ് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നും ഒത്തൊരുമിച്ചിട്ടുള്ള നീക്കം ഉണ്ടായെങ്കിൽ മാത്രമാണ് കരിപ്പൂരിലുള്ള സ്വർണ്ണക്കടത്ത് പൂർണ്ണമായും തടയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മുൻപ് പോലീസ് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പിടികൂടിയ സാഹചര്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ യാത്രക്കാരനായ അസ്ലമിൻ്റെ ഭാഗത്തുള്ള മൊഴികൾ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഇനി അറിയാനുള്ളത് കസ്റ്റംസിന് ഇതിന് പങ്കുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് അസ്ലമിൻ്റെ കൂടെ യാത്ര ചെയ്ത മറ്റ് യാത്രക്കാരുടെ എല്ലാം ലഗേജ് പരിശോധന വിശദാംശങ്ങളും അന്വേഷണ വിധേയം തേടുന്നുണ്ട് എന്നുള്ള സുപ്രധാന വിവരവും ലഭിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. അങ്ങനെ ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. കസ്റ്റംസിന്റെ അറിവോടുകൂടിയാണോ അസ്ലം ഇതുപോലൊരു സ്വർണം കടത്തിയത്, എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയെന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം പോലീസ് വേട്ടയിലാണ് പിടികൂടി. എന്തായാലും തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മനസ്സിലാവും. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.